സിമ്പിൾ സ്വീറ്റ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഒരു സ്നാക്കിൻ്റെ ഒരു വീഡിയോ ആണ്. വെരി സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. മോൻ പറഞ്ഞ പോലെ അവർക്കിപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഭയങ്കര വിശപ്പാണ്. ഡെയിലി ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കിത്താ അമ്മയെ പറയും. അപ്പോൾ ഇന്ന് നമ്മളൊരു നാടൻ അരിയുണ്ടയാണ് ഉണ്ടാക്കുന്നത്. മെയിൻലി ഈ 3 ഇൻഗ്രീഡിയൻസ് മതി. അരിപ്പൊടി, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ ഇത് ഞാൻ വെള്ളം പാനിയാക്കി വെച്ചേക്കുന്നതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം ഒരു ടേസ്റ്റിന്. അപ്പോൾ മെയിനായിട്ട് ഇത് 3 ഇൻഗ്രീഡിയൻ്റാണ് വേണ്ടത്. അരിപ്പൊടി, വെള്ളം, പിന്നെ തേങ്ങ. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒരു ഫ്ലേവറിന് ആഡ് ചെയ്യാം. ആദ്യം നമുക്ക് തേങ്ങയും ഈ വെള്ളത്തിൻ്റെ പാവിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് ഈ അരിപ്പൊടി ചേർത്ത് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. അതിൽ നിന്ന് കുറച്ച് തേങ്ങയും വെള്ളവും കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് പേസ്റ്റ്, അതായത് കുറച്ചൊന്ന് ഗ്രൈൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുത്തതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള അരിപ്പൊടി ആഡ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്പൂണ് മാറ്റി വെച്ച് നമുക്കിനി ഈ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇതുമായിട്ട് മിക്സ് ചെയ്യാം. കൈയോടെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഏലക്കപ്പൊടീൻ്റെയും വെള്ളത്തിൻ്റെയും തേങ്ങേൻ്റെയും എല്ലാം കൂടി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ആവശ്യാനുസരണം ഇനി ആ പൊടി ചേർത്ത് നമുക്ക് എത്രമാത്രം തിക്നെസ് അത് വേണോ നോക്കിയിട്ട് നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് അത്ര ഹാർഡായിട്ട് ആകുമ്പം നമുക്ക് കുറച്ച് എന്താ പറയുക, അത് ടൈം ഇപ്പം നമ്മളിപ്പോൾ ആക്കിയ പാട് കഴിക്കുന്നതാണെങ്കിൽ ടൈറ്റായിട്ട് നമുക്ക് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പം നമ്മളിപ്പോഴേ അധികം ഹാർഡാക്കി കുഴക്കുന്നത് നന്നാവില്ല. കുറച്ച് ലൂസായി കഴിക്കും. കുറച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. നമ്മൾ ആ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര ഹാർഡല്ല, ഒരു നല്ല സോഫ്റ്റ് ആയിട്ടാണ്. ഇനി ഇത് നമ്മൾ ഏത് ഷേപ്പിലും അധികം എന്താ പറയുക, ഒരു ബോൾ ഷേപ്പിലാണ് നമ്മൾ ഉരുട്ടി എടുക്കാറ്. അപ്പോൾ ഒരു ബോൾ ഷേപ്പിൽ ഇത് ഉരുട്ടി എടുത്തിട്ട് ഫ്രണ്ട്സ്, ഫൈനലി നമ്മളെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ആക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അരിയുണ്ട. അപ്പോൾ ഇത് അരിപ്പൊടി എന്ന് ഉദ്ദേശിക്കുന്നത് അരി ഉണ്ടല്ലോ, നമ്മൾ അരി എന്തരിയാവുക, നമ്മൾ പുഴുക്കലരിയാണ് നമ്മൾ അധികം എടുക്കുക. പുഴുക്കലരി വറുത്ത് പൊടിച്ചത്, നല്ലോണം വറുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഉണ്ട് ബോൾസാക്കാൻ ബാക്കി. അപ്പോൾ ഇത് ഓൾറെഡി കുറച്ച് ബോൾസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ നമുക്ക് ഒരു അണ്ടിപ്പരിപ്പ് അതിൻ്റെ മേലെ ഒന്ന് ഇങ്ങനെ വെച്ച് നമുക്കതിനെ ഗാർണിഷ് ചെയ്യാം. ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വേണമെങ്കിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാം, അല്ലെങ്കിൽ നോർമലായിട്ട് വെച്ചാലും മതി. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ മോന് കൊടുത്തു നോക്കാം. സൂപ്പർ, ഡെലീഷ്യസ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.